പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ്. ഒരിക്കൽ കൂടി ക്രിസ്തുവേശുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം വേദപുസ്തകത്തിനകത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആകർഷിക്കുകയാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 13-ാമത്തെ തിരുവെഴുത്ത് വായിക്കുന്നു. ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. 14-ാം വാക്യം, ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രാരംഭ നിമിഷത്തിൽ, ഈ ദിവസത്തിന്റെ പ്രാരംഭ നിമിഷത്തിൽ നമ്മളെ ഓർമ്മിപ്പിച്ചുണർത്തുന്ന ഒരു തിരുവചനം. 2 വാതിലുകളെ കുറിച്ചും 2 വഴികളെ കുറിച്ചും നാം വായിച്ച വചനഭാഗത്തിനകത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളത്, വഴി വിശാലമായത്, അതിൽ കൂടി കടക്കുന്നവർ അനേകരാകും. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഇന്ന് പുലർക്കാലം നമ്മളോട് സംസാരിക്കുന്ന വചനം 2 വാതിലിനെ കുറിച്ച്. ഒന്നാമത്തെ വാതിൽ ഇടുക്കമുള്ള വാതിൽ. രണ്ടാമത്തെ വാതിൽ വീതിയുള്ള, നല്ല വലിയ വിശാലമായ വഴിയുള്ള ഒരു വാതിൽ. 2 വാതിലിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം നമ്മളെ ഇന്ന് പ്രഭാതത്തിൽ ഓർമ്മിപ്പിച്ചുണർത്തുകയാണ്. ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടപ്പിനെന്ന് യേശു കർത്താവ് നമ്മളോട് പറയും. അപ്പോൾ 2 വാതിലുണ്ട്. ഒന്നാമത്തെ വാതിൽ അത് ഇടുക്ക് വാതിലാണ്. രണ്ടാമത്തെ വാതിൽ വിശാലതയേറിയ വാതിൽ. ഈ വചനം നമ്മളെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിച്ചുണർത്തുന്ന ഒരു കാര്യം, ഈ വീതിയുള്ള വാതിൽ, അതിലേക്കുള്ള വഴി വിശാലമേറിയ, അതിൽ കൂടി കടക്കുന്നവർ അനേകരാണ് എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ 14-ാം വാക്യം ഓർമ്മിപ്പിച്ചുണർത്തുന്നു, ജീവങ്കലേക്ക് പോകുന്ന വാതിലാണ് ഇടുക്കമുള്ളത്. അപ്പോൾ ഇടുക്കമുള്ള വാതിൽ ജീവനിലേക്ക് കടക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഒരിക്കൽ യേശു കർത്താവ് തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ, കൂട്ടിച്ചേർത്ത ശിഷ്യന്മാർ, അതിൽ പലരും നിരാശപ്പെട്ട് അവരുടെ ഉപദേശം കഠിനമാണെന്നൊക്കെ പറഞ്ഞ് മടങ്ങിപ്പോകുവാനായിട്ട്, തിരിച്ചു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ യേശു കർത്താവ് താൻ ചേർത്ത 12 ശിഷ്യന്മാരോടായി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും പോയിക്കൂടായോ? നിങ്ങൾ പോകാത്തത് എന്താണ്? അപ്പോൾ പത്രോസാണ് അതിന് മറുപടി പറയുന്നത്. പത്രോസ് പറഞ്ഞു, ഞങ്ങൾ എവിടെ പോകാൻ? ഞങ്ങൾ എങ്ങോട്ടാ പോകണ്ടേ? പത്രോസ് അതിന് മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാ പോകേണ്ടത്? ഞങ്ങൾ ഇവിടെ ജനിച്ചു, ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നു, ഞങ്ങൾ ഒരു ദിവസം മരിക്കും. ഈ മരണത്തിനപ്പുറം എന്താണ്? ഞങ്ങൾ എങ്ങോട്ടാ പോകണ്ടേ? പത്രോസ് അതിന് വ്യക്തമായ ഒരു മറുപടി യേശു കർത്താവിനോട് പറയുക, ഞങ്ങൾ നിന്നെ വിട്ട് എങ്ങോട്ട് പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ ഉണ്ട്. അപ്പോൾ ഈ വചനം പറയുന്നു, ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമേറിയതാണ്. അപ്പോൾ യേശു കർത്താവ് പറയുന്നു, ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടക്കും. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച ഈ മരുഭൂ യാത്ര നടത്തുന്ന ദൈവ പൈതലേ, ഈ ഭൂമിയിലെ യാത്ര വളരെ പ്രയാസമേറിയതായിരിക്കും, ദുർഘടമേറിയതായിരിക്കും. എന്നാൽ യേശു കർത്താവ് പറയുന്നു, ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടക്കും. ആ വാതിൽ ഇടുക്കമേറിയ, അതിലൂടെ കടക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ പറയുന്നു ഇടുക്കമുള്ള വഴി. 2 വഴിയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. നമ്മൾ വായിച്ച ഈ വചനത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്ന 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ഇടുങ്ങിയ വാതിൽ, രണ്ടാമത്തെ കാര്യം വിശാലമായ വാതിൽ, മൂന്നാമത്തെ കാര്യം വിശാലമായ വഴി, 4-ാമത്തെ കാര്യം
ഇടുക്കമുള്ളവർ. ദൈവ പൈതൽ പോകേണ്ടുന്ന വഴി, ദൈവത്തിലേക്ക് യാത്ര തുടങ്ങിയ, ദൈവത്തിൽ എത്തിച്ചേരുവാൻ, യേശുവിനെ മുഖാമുഖം കണ്ട് ആരാധിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു ദൈവ പൈതൽ സഞ്ചരിക്കേണ്ടുന്ന വഴി എന്ന് പറയുന്നത് അത് ഇടുക്കമേറിയ വഴിയും ഇടുക്കമേറിയ വാതിലും. എന്നാൽ അതിനപ്പുറത്ത് ഈ വചനം 13-ാം വചനം പറയുന്നു, 14-ാം വചനം പറയുന്നു, ജീവങ്കലേക്ക് പോകുന്ന വാതിൽ. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ. ആ വാതിലിനൊരു പ്രത്യേകതയുണ്ട്. അത് ജീവനിലേക്ക്, നിത്യജീവനിലേക്ക് എത്തിച്ചേരുന്ന ഒരു വാതിലാണ്. ഈ ഭൂമിയിലേറെ കഷ്ടതയുണ്ടാകാം, സഹനമുണ്ടാകാം, ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. ചെങ്കടലിന്റെ അനുഭവം, മാറയുടെ അനുഭവം, ഒത്തിരി വിഷയങ്ങൾ, ശത്രുക്കളാലുള്ള ആക്രമണങ്ങൾ, ഒത്തിരി വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ദൈവപൈതലെ മറക്കേണ്ട, നീ പോകുന്നത് നിത്യജീവങ്കലേക്കാണ്. എന്നാൽ ഇടുക്കുവാതിലൂടെ കടക്കുന്നവനെല്ലാം എത്തിച്ചേർന്നത് യേശുവിന്റെ കരങ്ങളിലേക്കാണ്, നിത്യജീവനിലേക്കാണ് എന്നതാണ്. ഇന്ന് പകൽക്കാലം മനുഷ്യന് അവന്റെ വഴി ചൊവ്വായി തോന്നുന്നു. സദൃശവാക്യങ്ങൾ പറയുന്നുണ്ട്, ഇങ്ങനെയാ പറയുന്നത്, ഭോഷന് തന്റെ വഴി ചൊവ്വായി തോന്നുന്നു. സദൃശവാക്യങ്ങൾ 12-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, ഭോഷന് തന്റെ വഴി ചൊവ്വായി തോന്നുന്നു. സദൃശവാക്യങ്ങൾ 21:2 പറയുന്നു, മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നും. പക്ഷെ മനുഷ്യന്റെ വഴി അവന് ചൊവ്വായി തോന്നിയാലും അവൻ എത്തിച്ചേരുന്നത് ഒരുപക്ഷെ നാശത്തിലേക്കായിരിക്കും, മരണത്തിലേക്കായിരിക്കും. എന്നാൽ ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവപൈതലിനോട് ഇന്ന് ഈ മെസ്സേജിലൂടെ വിളിച്ചു പറയാൻ സാധിക്കും, അവൻ ചെല്ലുന്ന സ്ഥലം എന്ന് പറയുന്നത് അത് നിത്യജീവനിലേക്കാണ്. യേശു കർത്താവിനോട് പത്രോസ് പറഞ്ഞതുപോലെ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും നാഥ, നിന്നെ വിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ടെന്നുള്ള ഒരു അറിവ് സ്വർഗസ്ഥനായ അപ്പൻ, സ്വർഗസ്ഥനായ പിതാവ് പത്രോസിന് നൽകിയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവപൈതലെ, ഇന്ന് പകൽക്കാലം ഏത് കഷ്ടതയുടെ നടുവിലും, ഏത് പ്രതീക്ഷയില്ലാത്ത വിഷയത്തിന്റെ മേലും നടുവിൽ നിന്ന് പറയണം, ഈ യേശുവിനെ വിട്ട് പിൻഗമിക്കുവാൻ ഞാൻ ഇറങ്ങിപ്പുറപ്പെട്ട, ഈ യേശുവിനെ വിട്ട് പിന്നോട്ടില്ല, ഈ ഇടുക്കുവാതിലൂടെ കടപ്പാൻ ഞാൻ പോരാടിക്കൊണ്ടിരിക്കും. അക്കരെ നാട്ടിൽ എന്റെ യേശുവിനോട് ചേർന്ന് ഇടുക്കുവാതിലൂടെ കടന്ന് അവനെ കണ്ട്, അവനെ മഹത്വപ്പെടുത്തി, അവനെ മുഖാമുഖം കണ്ട് ആരാധിക്കുന്ന ഒരു ദിവസം എന്റെ മനസ്സിൽ ഒരു സ്വപ്നമായി ഇന്നത്തെ ദിവസം നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. എല്ലാവരെയും ക്രിസ്തുവേശു അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.